ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഈ നോമ്പ് സമയത്ത് ഒരു കിടിലൻ തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മീനില്ലാതെ മീൻ രുചിയിൽ ഒരു അടിപൊളി ഒരു തോരൻ. അപ്പോൾ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ മുറ്റത്ത് മരമുല്ല പൂത്തത് 1,00,000 പൂക്കളുണ്ട്. ഒറ്റ ദിവസമേ നിൽക്കുകയുള്ളൂ, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊഴിഞ്ഞു പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറച്ച് ചക്കക്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ പ്ലാസ്റ്റിക് പോലുള്ള തൊലി മാത്രം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ കനം കുറച്ച് നമുക്ക് കീറിയെടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഞാനങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെത്തോലിയൊക്കെ പീര പറ്റിച്ച് അതുപോലത്തെ തന്നെ ഒരു മാറ്റവും ഇല്ല, അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു പീരയാണ്. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെടും. അപ്പം ചക്കക്കുരു മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. വെള്ളമൊഴിച്ച് നന്നായിട്ട് അതിൻ്റെ കറയെല്ലാം ഒന്ന് കളയാം. നമുക്ക് മൺചട്ടിയിൽ തന്നെ വേണം ഇത് പാചകം ചെയ്യാൻ. ചട്ടിയിലേക്ക് നമുക്കിത് ആക്കി കൊടുക്കാം. ഇപ്പം മുഴുവൻ ഞാൻ കഴുകി ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കൂട്ടും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ചുള കുടംപുളി കഴുകി ഒരു 2-3 കീറി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്, ഒരു 10-15 ചുവന്നുള്ളി അരിഞ്ഞത്. ഇനി നമുക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ അവരവരുടെ പാകത്തിന് ചേർക്കാം. അപ്പോൾ കുടംപുളി വെള്ളവും കൂടെ ചേർത്ത് ഇനി നല്ല പാലുള്ള തേങ്ങ ചുരണ്ടിയത്, അതായത് ഒരു ഏകദേശം ഒരു ഇളവൻ തേങ്ങ ആയിരിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമുക്കിതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും തേങ്ങാപ്പീരയും ചക്കക്കുരു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് നല്ലൊരു ഫ്ലേവറാകും. ഇനി നമുക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേകാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കറിവേപ്പില നമുക്ക് ചേർക്കാം. കറിവേപ്പില ഇല്ലാതെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നമുക്കല്പം മഞ്ഞൾപ്പൊടി. ഇനി മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട, എന്നാലും നമ്മൾ മീൻ പീരയൊക്കെ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമല്ലോ, അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. പാകത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി 1-2 ചേരുവയും കൂടെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ചേർക്കുന്നത്. അവസാനം ചേർത്തേച്ചാൽ മതി. മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മുകൾ ഭാഗത്തെ എല്ലാം അടിയിലോട്ടാക്കി അടിഭാഗത്ത് കിടക്കുന്ന എല്ലാം നമുക്ക് മുകളിലേക്കാക്കി അങ്ങനെയൊന്ന് കൊടുക്കാം. അപ്പം എല്ലാം ഒരുപോലെ വെന്ത് കിട്ടും. മൂടി വെച്ച് വേവിക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റി വരണം. വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ചക്കക്കുരു പാകത്തിന് വേകും. നമ്മൾ കനം കുറച്ച് ഈർക്കിലി പോലെ അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വീണ്ടും വേവിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്കൊരു ചേരുവയും കൂടെ ചേർക്കാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് വറ്റി വരണം. ഇപ്പം ഒരു ചെറിയ നനവോടെ എന്നാൽ നല്ലതായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നില്ലെങ്കിൽ നമുക്കിത് ഉലർത്തിയെടുക്കാം. അപ്പം പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് കടുക് താളിച്ചിത് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇതിട്ട് ഉലർത്തിയെടുക്കാം. അപ്പം രണ്ടാണേലും അടിപൊളി രുചിയാണ്. ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട.
ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക്